ഉള്ളൂ, 10ഉം 15ഉം ഉണ്ടോ? അങ്ങേ തലക്കിൽ ഇരുന്നുകൊണ്ടുള്ള വേദന കൊണ്ട് പറയുന്നതാണ്. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ്. നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10ഉം 15ഉം ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല എവിടെയും കൂടെ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ. അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്, കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞവിടണമായിരിക്കും. താല്പര്യമാണോടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവന്മാരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്നു. ഹായ്, എൻ്റെ നല്ല കുറച്ച് സുഹൃത്തുക്കളുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ നാട്ടിലുള്ള ആണുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. നമ്മളെ മഞ്ജു ചേച്ചിയുടെ മോളെ ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്? അല്ല, അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുക, ഇവർക്ക് എന്താ ഈ സ്ത്രീക്ക് വട്ടുവല്ലോ ഉണ്ടോ? ഇവർ കുറച്ച് നാൾ നമ്മളെ രേണുസുതി എടുത്തിട്ട് അലക്കി അതെന്തായാലും ഒരു പരുവാക്കി അതിനെ കൊല്ലാക്കൊല ചെയ്ത് അതൊരു പരുവായില്ല മൂലയെ കിടപ്പുണ്ട്. ഇപ്പം മഞ്ജു ചേച്ചിയുടെ മോളെ മുകളിലോട്ട് കയറിയിരിക്കുക. ഓരോരുത്തർ ഡ്രസ്സ് ചെയ്യുന്ന അവരവരുടെ ഇഷ്ടമല്ലേ. ഇപ്പം നമ്മുടെ നാട്ടിൽ പെൺപിള്ളേരൊക്കെ എന്തൊക്കെ ഡ്രസ്സുകളാണ് ചെയ്തുകൊണ്ട് പോകുന്നത്? ആരെങ്കിലും എന്തെങ്കിലും പറയുന്നോ? ഇവർ പറയുന്നു ബസ്സിൽ കയറിപ്പോയ ആരെങ്കിലും പിടിക്കുകയും ഞെക്കും എന്നൊക്കെ. നമ്മളെ നാട്ടിലെ ആണുങ്ങൾ അത്രയ്ക്ക് നീചന്മാരാണോ അങ്ങനെയൊക്കെ കയറി പിടിക്കാൻ? ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവരെ വീട്ടിലെ ആണുങ്ങൾ അങ്ങനാണോ? ബസ്സിൽ പോകുമ്പോൾ പെണ്ണുങ്ങളെയൊക്കെ ഇങ്ങനെ കയറി പിടിച്ച് പരാതികളൊക്കെ ചെന്ന് കാണുമായിരിക്കും. അതല്ലേ ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അയ്യേ, എന്തൊരു വൃത്തികെട്ട സംഭാഷണം ഇവർ ചെയ്യുന്നത്. ഈ വീഡിയോസ് എല്ലാവരും കാണുന്നതല്ലേ, മക്കളും കൊച്ചുമക്കളും എല്ലാവരും ഇരുന്ന് കാണുന്നതല്ലേ. എന്തൊരു നാണക്കേടാ ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്തൊരു ആവശ്യമില്ലാത്ത സംഭാഷണങ്ങൾ അവർ ചെയ്യുന്നത്. ഇവരൊരു മുസ്ലിം സ്ത്രീയല്ലേ? ഇവർ തട്ടം ഇടുന്നുണ്ടോ തലയിൽ? എല്ലാ മുസ്ലിം സ്ത്രീകളും തലയിൽ തട്ടം ഇട്ടുണ്ടാ പോകുന്നത്? ഇവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒരു സാരിയുടെ തുമ്പ് പോലും പിടിച്ച് തലയിൽ ഇടാത്ത ഇവർക്ക് എന്ത് യോഗ്യതയാണ് ഈ മഞ്ജു ചേച്ചിയുടെ മോളെക്കുറിച്ച് പറയാൻ? ഓരോരുത്തർക്ക് ഓരോ മോഡലിംഗ് ഒക്കെയാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയൊക്കെയാണ്. ഓരോരുത്തർ ഓരോ മോഡലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനെ ഡ്രസ്സ് പോയി അങ്ങനെ പറയാനാണെങ്കിൽ യൂട്യൂബിൽ തന്നെ തുറന്നു നോക്കിയാൽ എത്രയാണ് തുണി പോലും ഇല്ലാതെ നിൽക്കുന്നത്. അതൊന്നും ഇവർക്ക് കണ്ണാണ്. അവരെന്താ അവരെയൊക്കെ തൊള്ളോട്ട് നേരത്തെ ഈ കല്യാണം കഴിക്കാത്ത ഈ പിള്ളേരെയൊക്കെ ഇങ്ങനെയൊക്കെ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് വളരെ മോശമല്ലേ? ഇവർക്ക് എന്താ എനിക്ക് തോന്നുന്നു ഇവർക്ക് വട്ടം കണ്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്തോ ഒരു സംഭാഷണം കേട്ടോ, കേട്ടു നോക്കിയത് എന്തോ ഇത് സംസാരിക്കുന്നത്. ഇവരൊരു സ്ത്രീ തന്നെ. നമ്മുടെ നാട്ടിലുള്ള ആണുങ്ങൾ ഇത്ര മോശമാണോ? നമ്മളൊക്കെ ബസ് യാത്ര ചെയ്യുന്നവരാ. ജോലിക്കൊക്കെ പോകാനും എങ്ങോട്ട് പോകണമെങ്കിലും നമ്മൾ ബസ് യാത്ര ചെയ്യുന്നത്. നമ്മളെ ഇന്നലെ അനാവശ്യമായിട്ട് ആരെങ്കിലും നോക്കിയോ പിടിക്കുകയോ തോണ്ടിയോ തൊടിയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളൊക്കെ തിക്കും തിരക്കും ഉള്ള ബസ്സിലാണ് പോകുന്നത്. അവരൊക്കെ എന്ത് മാന്യമായിട്ടാണ് ഒതുങ്ങി നിൽക്കുന്നത്. ഇപ്പോഴത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇപ്പോഴത്തെ പുരുഷന്മാർ ഒരുപാട് മാറ്റമുണ്ട്. അതായത് അവർ ഒരുപാട് ആരെയും തട്ടാതെയും പിന്നെ എന്തുവാ മുട്ടാതെയൊക്കെയാണ് നിൽക്കുന്നത്. അതായത് ആരെങ്കിലും ഒന്ന് തട്ടിപ്പോയാൽ വലിയ വലിയ വാർത്തകളും വീഡിയോസുകളും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ അവർ നല്ല മാന്യമായിട്ടാണ് പുരുഷന്മാർ യാത്ര ചെയ്യുന്നത്. പുരുഷന്മാർ കയറി പിടിക്കാനാണോ എന്തോ ഇവർ പറയുന്നത്? അപ്പം നമ്മളെ കേരളത്തിലെ പുരുഷന്മാർ ഇത്ര മോശമാണോ? ആണോ? അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇവരെ വീട്ടിലെ ആണുങ്ങൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കയറി പിടിച്ച് പരാതികൾ ഇവരെ വീട്ടിൽ ചെന്ന് കാണുമായിരിക്കും. ഇവർക്കൊരു പെങ്കൊച്ചുണ്ട്, ഇവരിങ്ങനെ സംസാരിക്കുമോ? എനിക്കും 2 ആമക്കളാ. നമ്മളൊന്നും ഇങ്ങനൊന്നും അല്ല നമ്മളെ മക്കളെ വളർത്തി വെച്ചേക്കുന്നത്. ഇതൊക്കെ ആമക്കളുള്ള തള്ളമാർക്കും കൂടെ ഉള്ള ബാധകമാണിത്. പുരുഷന്മാർ അടച്ചാക്ഷേപിക്കുന്നത് അതത്ര ശരിയല്ല കേട്ടോ. നമ്മൾ ജോലി ചെയ്യുന്നിടത്തായാലും നമ്മൾ യാത്ര ചെയ്യുന്നിടത്ത് എല്ലാം പുരുഷന്മാരുള്ളതാണ്. ഒരു അനാവശ്യം നോട്ടമാവട്ടെ ഒരു വാക്കാവട്ടെ ആരിൽ നിന്നും വരത്തില്ല. ഇവർ പിരിയുന്നിടം എല്ലാം ഇവരെ ഞെക്കാനും പിടിക്കാനും വല്ലവരൊക്കെ ചെന്ന് കാണും. അതാ ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്തായാലും ഒന്നുമില്ലാതെ ഇവരിങ്ങനെ കറ തീർന്ന് പറയണമെന്നുണ്ടെങ്കിലേ ഇവരെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അതാണ് ഇവരിങ്ങനെ തുള്ളിച്ചാടി കൊമ്പും കുലുക്കി വരുന്നത്. കുതിരയാ ഇവര് കുതിര കൊമ്പ് കുലുക്കി വരുന്നതാണൊക്കെ. എൻ്റെ പൊന്നെ, ആ രേണുസുതി ഒരു ക്യാൻസർ വന്ന് കിടന്നണൊക്കെ. ക്യാൻസർ വന്നതിൻ്റെ മുടി വരെ വെട്ടിയിട്ട് വരെ ഇവർ ഈ ഇടയ്ക്ക് ഒരു വീഡിയോസ് ഇടുന്നുണ്ട്. അവർക്ക് ഈ ക്യാൻസറൊന്നുമില്ല, നാട്ടുകാരെ പറ്റിച്ച് പണം മേടിക്കാനാണെന്ന് പറഞ്ഞു. എന്തോ ഇവരെ വീട്ടുകാർ ഇത് വീഡിയോ കാണുന്നെങ്കിൽ ഇവരെ വല്ല ചങ്ങലയ്ക്ക് ഇടാൻ പറയണം കേട്ടോ. ഇവരിങ്ങനെ ഈ നാട്ടിൽ ഇങ്ങനെ ഇരുന്നത് വളരെ മോശമാണ്. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വിട്ട് ഇവരെ വല്ല മെൻ്റൽ ഹോസ്പിറ്റലിലെങ്ങാനും കൊണ്ടുവന്ന് അടയ്ക്കാൻ പറ. അതാ നല്ലത്. വല്ല പെൺപിള്ളേരെയൊക്കെ ആക്ഷേപിക്കാൻ നടക്കാതെ. നമുക്കൊക്കെ പെൺമക്കളില്ല, നമുക്ക് 2 മരുമക്കളൊക്കെ ഉള്ളതാണ്. നമ്മളൊക്കെ മക്കളായാലും മരുമക്കളായാലും ഭർത്താവായാലും നമ്മൾ അയലത്തുള്ളവരായാലും എന്ത് മാന്യമായിട്ടാണ് നമ്മളൊക്കെ ഇടപെടുന്നത്. ഇതെന്ത് അടച്ചാക്ഷേപിക്കുന്ന കണക്ക് ഒരു സംഭാഷണങ്ങൾ. നമ്മളെ നാട്ടിലെ ആണുങ്ങളെ അടച്ചാക്ഷേപിച്ചിരിക്കുകയാണ്.
നമ്മളെ കേരളത്തിലുള്ള പുരുഷന്മാരെ ഇവരടച്ചാക്ഷേപിച്ചിരിക്കുകയാണ് ഇവർ വീഡിയോ ഇട്ട്. അതായത് നമ്മളെ കേരളത്തിലുള്ള പുരുഷന്മാർ വെറും മോശം എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ പുരുഷന്മാർ യൂട്യൂബർമാർ ഇതിന് ശക്തമായിട്ടുള്ള മറുപടി ഇട്ടേ പറ്റൂ. അതായത് നമ്മളെ നാട്ടിലുള്ള പുരുഷന്മാർ ഇത്രയ്ക്കും തരം താന്നിട്ടില്ല. അത് ഇവരെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവർക്ക് തലയ്ക്ക് സുഖമല്ലെങ്കിൽ അവരെ വീട്ടുകാരുണ്ടെന്ന് അവരെ വല്ലടം കൊണ്ടൊന്ന് അങ്ങനെയൊക്കെ ഇട്ട് അടയ്ക്കാൻ പറയണം. അല്ലാതെ ഇങ്ങനെ പ്രാന്ത് കൊടുത്തും കൊണ്ട് നാട്ടിലുള്ളവരെ അടച്ചാക്ഷേപിക്കാൻ നിൽക്കാതെ. അതിൽ എനിക്ക് ഇതൊക്കെ കണ്ണേം കേൾക്കുകയും ചെയ്തിട്ട് ഒരു വീഡിയോ ഇടണമെന്ന് തോന്നി ഞാൻ ഇട്ടതാണ്. പക്ഷേ ഇത് അത്ര ശരിയല്ല കേട്ടോ. നിങ്ങളിങ്ങനെ കിടന്ന് ഈ അനാവശ്യങ്ങൾ ഈ പെൺപിള്ളേരെയൊക്കെ ഇങ്ങനെ പറയുന്നത്. ആ രേണുസുതിയെ പറഞ്ഞു എന്തായാലും അതൊരു പരിവായി. ഇത് ചാവാറായി കിടപ്പുണ്ട്. ഇത് ഈ പെൺപിള്ളേരെയൊക്കെ ഇവർ കൊന്നു തിന്നാന്നാണ് തോന്നുന്നത്. ഇവരെന്ത് കൊന്നു തിന്നാൻ നിൽക്കുന്ന ജനങ്ങളെ? അല്ല അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുക. പെൺപിള്ളേരെയൊക്കെ ഇവർ കൊന്നു തിന്നാൻ പോകുന്നത്. പന്നശ്രീ എങ്ങാണ്ട് കിടന്ന പന്നൽ പിടിച്ച പെണ്ണും പിള്ള. ചി ഇവിടെ കാണുമ്പോണ്ടല്ലേ മോന്തയ്ക്ക് കാക്കിച്ച് തുപ്പി കൊടുക്കണം. അതാ വേണ്ടുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സുകൾക്കും ചേച്ചി ഇത് കാണുകയും കേൾക്കുകയും ചെയ്തപ്പം ഒരു വീഡിയോ ഇടണമെന്ന് തോന്നിയതാണ്. കാര്യം നമ്മളെ നാട്ടിലെ ആണുങ്ങളെ അടച്ചാക്ഷേപിക്കുന്നു എന്ന് കണ്ടപ്പോൾ അത് നമുക്കൊട്ടും പിടിച്ചില്ല. കാര്യം നമ്മളുമൊക്കെ ഈ നാട്ടിൽ ജീവിക്കുന്നതാണ്. നമ്മളൊന്നും കണ്ടിട്ടില്ല ഒരു മോശമായുള്ള ഓരോരുത്തർ. അത് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് കഞ്ചാവും കള്ളുമൊക്കെ കുടിച്ചിട്ടായിരിക്കും. അത് 100-ൽ 1-2 കാണും. ബാക്കിയെല്ലാം മാന്യമായിട്ടുള്ള പുരുഷന്മാരാണ്. നമ്മളെ കണ്ണിലും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അത്രയും. ഇവരെന്ത് കണ്ടുകൊണ്ടാണ് ഇവരിങ്ങനെ ഈ പുരുഷന്മാരെ അടച്ചാക്ഷേപിക്കുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ഇവർക്ക് എവിടുന്നൊക്കെയോ നല്ല പിച്ചും പിടിയും നല്ല എന്താ പറയുന്നത്, എവിടെയൊക്കെ ഇവർക്ക് നല്ല പിടികിട്ടി കാണും. ഇവർക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് എവിടെ നിന്നൊക്കെ കേട്ടോ. ആരൊക്കെയോ കൊണ്ടുപോയി പിടിച്ച് വലിച്ച് കുളമാക്കിയിട്ടാണെന്ന് തോന്നുന്നു വിട്ടേക്കുന്നത്. അതാണ് ഇവരിങ്ങനെ ഈ പുരുഷന്മാരോട് ഇവർക്ക് ഇത്ര ദേഷ്യം. അല്ല വേറൊന്നുമല്ല കേട്ടോ. അപ്പം എനിക്കിത്രയൊക്കെ പറയാനുള്ളൂ കേട്ടോ. ഇവരെ ചങ്ങലക്കിടേണ്ട സമയം കഴിഞ്ഞു.